മമ്മൂട്ടി തൗബ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ തർക്ക വിഷയം. അവനാൻ ഇതേവരെ 27-ാം രാവ് തീർന്നിട്ട് അവനാന്റെ തൗബ ഇതുവരെ നടന്നിട്ടില്ല. മമ്മൂട്ടി തൗബ ചെയ്യണോ? മമ്മൂട്ടിയുടെ തൗബയുടെ ആവശ്യമുണ്ടോ? വാർദ്ധക്യ ജരാന്തരകൾ ബാധിച്ചിട്ട് കൃത്യമായി കണക്കുകൂട്ടുകൾ നഷ്ടപ്പെട്ട് ജീവിതത്തിന് അങ്ങേയറ്റത്തിരുന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനും ഈ സമുദായം അതിന് മറുപടി പറയേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ എത്തിക്കുക. അതിന് ഈ സമുദായത്തിന്റെ പറ്റിലാണ് അതിന്റെ മറുപടി. നമ്മളെ സംബന്ധിച്ചോളം അതൊരു വിഷയമേ അല്ലല്ലോ. അത് മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമൊന്നുമല്ലല്ലോ. നമുക്ക് നമ്മുടെ തൗബയെ കുറിച്ച് മാത്രമല്ലേ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. മറ്റൊരാൾ തൗബ ചെയ്യണോ വേണ്ടയോ, അതാണിപ്പോ റമദാനിലെ ഏറ്റവും വലിയ ചർച്ച. ഇപ്പൊ എന്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന പാവപ്പെട്ട ഹൈന്ദവ സ്ത്രീകളുണ്ട്. അവര് റമദാനിലൊക്കെ നമ്മൾ എന്തെങ്കിലും കൊടുത്താല് ചിലപ്പോ ആ സമയത്ത് അവരവരുടെ അമ്പലത്തിൽ പോയിട്ട് ചിലപ്പോ പറയാറുണ്ട്, അല്ലോ ഉസ്താദിന് നീ നന്മ വരുത്തണേ. അത് നമ്മുടെ കേരളത്തിന്റെ ഒരു ശൈലിയാണ്, ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി. ഇനിയിപ്പോ എനിക്ക് വേണ്ടി ആരൊക്കെ അമ്പലം നടയെ പോലും പ്രാർത്ഥിച്ചാൽ ഞാനതെല്ലാം തൗബ ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്രയോ ഞങ്ങളുടെയൊക്കെ നാടങ്ങനെ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണ്. അവര് നമ്മൾ ചിലപ്പോ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അവര് പോയി നമ്മൾ പറഞ്ഞു വിട്ടൊന്നുമല്ലല്ലോ. ഇതൊക്കെയുള്ള ചർച്ചകളിൽ സമയം കളയുക എന്നതാണ് നമ്മുടെ പുതിയ രീതി. അത് പിന്നെ ഏറ്റുപിടിക്കാൻ ചാനലുകളും അവരെന്തെങ്കിലും ഒരു വിഭവം കാത്തിരിക്കാൻ, ഈ ചൂണ്ടയിട്ട് കാത്തിരിക്കുന്നവന്റെ മുമ്പിൽ ഇരയെ കൊണ്ടുപോയി ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അവരെ അവരവരുടെ വഴികൾക്ക് വിടൂ. ഇവിടെ സംബന്ധിച്ചോളം നമ്മൾ ഇതുവരെ തൗബ ചെയ്തോ? ഖാലിസായി. എന്റെ ഒരു അഭിപ്രായത്തിൽ മമ്മൂട്ടിയേക്കാൾ കൂടുതൽ തൗബയാണ് നമ്മളാണ്. അദ്ദേഹം തൗബ ചെയ്യൂല്ല. അദ്ദേഹം രോഗാതുരനായി കിടന്നപ്പോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പ്രാർത്ഥിക്കുന്നു. അതാണ് ഇപ്പൊ കേരളത്തിന്റെ വിഷയം. അവരവരുടെ കാര്യത്തെക്കുറിച്ചല്ലേ നമുക്ക് ബോധ്യമുണ്ടാകേണ്ടത്. നമ്മുടെ അവസാനം എങ്ങനെ, എന്റെ ആക്കിപത്ത് എങ്ങനെ, അവനവനെ കുറിച്ചല്ലേ നമ്മുടെ ചർച്ച.